ചന്ദ്രഹാസം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ചിക്കൻ 3/4 കിലോ. അത് നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ എടുക്കുന്നു. ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും കൂടി നന്നായിട്ട് ചതച്ച് കുത്തിയരിഞ്ഞ് ഇറച്ചിയിലേക്ക് ചേർക്കുന്നു. സ്വല്പം കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയെടുക്കുക. നന്നായി ഞെരടണം. കഷണത്തിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കുന്നത് വരെ നന്നായി ഞെരടിയതിന് ശേഷം പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായി ഇളക്കി സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ചെയ്യണമെങ്കിൽ. കുറച്ചും കൂടി ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ഇറച്ചി വെന്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു വിസിൽ വന്നു. ശരിക്കും ആവി കളഞ്ഞതിന് ശേഷം മൂടി തുറന്നു. കണ്ടോ, ഇതിലുള്ള വെള്ളം വറ്റി കഴിഞ്ഞിട്ടില്ല. വെള്ളം വറ്റുന്നവരെ ഒന്ന് ചെറിയ തീയിൽ വേവിക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, നല്ല നാടൻ വെളിച്ചെണ്ണ ആയിരിക്കണം, അത് ഒഴിച്ച് അതിൽ ഉലുവ ചേർത്ത് കറിവേപ്പില ചേർത്ത് സവാള, നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചിയുണ്ട്, അതും കൂടി അതിൽ ചേർക്കണം. ഇഞ്ചിയും പച്ചമുളക്, കൊത്തിയരിഞ്ഞ് വെച്ച സവാള എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കിയൊന്ന് വഴന്നു വരുന്നവരെ ഇളക്കണം. നന്നായി വഴന്നതിന് ശേഷം അതിനുശേഷം മാത്രമേ നമ്മൾ ഇറച്ചി അതിലേക്ക് ചേർക്കാവൂ. അത് നന്നായി മൂത്ത് വരുന്നുണ്ട്.
സ്വല്പം മല്ലിപ്പൊടി ചേർക്കുക, 2 സ്പൂൺ മാത്രം ചേർത്ത്. മല്ലിപ്പൊടിയും കൂടി ചേർത്തെങ്കിൽ അതിനൊരു ടേസ്റ്റ് കൂടി വരും. ഈ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കുമ്പം നമ്മളെ നാടൻ ഒരു രുചി നമുക്ക് വന്ന് കിട്ടും. അതിനാണ് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയുടെ ഒപ്പം തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നത്. പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച ഇറച്ചി അതിലേക്ക് ചേർക്കുകയാണ്. ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല അതിൽ ചേരുന്നത് വരെ നന്നായി ഇളകി മിക്സായി കഴിഞ്ഞ് നന്നായി ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. ഒന്ന് ചെറുതായി മൂടി വെക്കുക. മുടി തുറന്ന് നന്നായി ഇളക്കി നമ്മൾ കഴിക്കാൻ പാകമായി നല്ലൊരു സ്മെല്ലൊക്കെ വരും. നല്ലൊരു മണം ആ കുരുമുളകിൻ്റെയും മല്ലിപ്പൊടിയുടെ ഇഞ്ചിൻ്റെ എല്ലാം കൂടി നല്ലൊരു മണം നമ്മൾ മൂക്കിലേക്ക് അടിച്ച് ഇനി നമുക്കതൊരു പാത്രത്തിൽ സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും